ബി.ജെ.പിയുടെ പുതിയ അധ്യക്ഷനെ അടുത്ത മാസം പകുതിയോടുകൂടി പ്രഖ്യാപിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ബി.ജെ.പി ഇപ്പോൾ അവരുടെ ഈ ക്യാമ്പയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, അവരുടെ മെമ്പർഷിപ്പ് ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെമ്പാടും അവരുടെ പാർട്ടി വിപുലീകരിക്കുന്ന നടപടികളിലേക്ക് കടന്നു. അതിന് തൊട്ടു പിന്നാലെ ബൂത്ത് തലം മുതലുള്ള സംഘടനാ തെരഞ്ഞെടുപ്പ് വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുകയാണ്. ഈ മാസം ഒടുക്കത്തോടുകൂടി, ഈ മാസം അവസാനത്തോടുകൂടി വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകും. അടുത്ത മാസം, അതായത് ജനുവരി 5-ന് ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സംസ്ഥാനങ്ങളിലെല്ലാം പുതിയ ജില്ലാ അധ്യക്ഷന്മാർ വരും. പകുതി സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നത് ഡിസംബർ അവസാനമോ ജനുവരി 10-ന് മുൻപോ പൂർത്തിയാകും. അതിനുശേഷം ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. രാജ്നാഥ് സിംഗും ശിവരാജ് സിംഗ് ചൗഹാനും അടക്കം ഒരു ഡസൻ നേതാക്കളുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നതെങ്കിലും ബി.ജെ.പിയും RSSും സംയുക്തമായിട്ടായിരിക്കും ഈ അധ്യക്ഷൻ്റെ പേര് നിർദ്ദേശിക്കുക. അവരുടെ കൂടി RSSൻ്റെ കൂടി തീരുമാനം അറിഞ്ഞതിന് ശേഷമായിരിക്കും ദേശീയ അധ്യക്ഷൻ്റെ പേര് നിശ്ചയിക്കുക അല്ലെങ്കിൽ പ്രഖ്യാപിക്കുക. 2020 മുതൽ 2023 വരെയായിരുന്നു JP നദ്ദയുടെ കാലാവധി. അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ്. സ്വാഭാവികമായി തന്നെ അദ്ദേഹം മാറേണ്ട സമയം കഴിഞ്ഞത്. മുമ്പ് ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ പേരൊക്കെ പറഞ്ഞു കേട്ടിരുന്ന ഒരു പദവിയാണ് ദേശീയ അധ്യക്ഷൻ്റെ പദവി. ഇനി ദേശീയ അധ്യക്ഷൻ ആരായിരുന്നാലും മുൻപിലുള്ളത് ചെറുതല്ല, വലിയ വെല്ലുവിളി തന്നെയാണ്. ദില്ലി തെരഞ്ഞെടുപ്പ് മുതൽ രാജ്യം ഉറ്റുനോക്കുന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ്, അസം, ബംഗാൾ, കേരളം അടക്കമുള്ളിടത്തെ തെരഞ്ഞെടുപ്പുകൾ, ഇവിടെയൊക്കെ പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. വലിയ വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ ജനുവരിയിൽ തന്നെ ഉണ്ടാകും. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.